നമസ്കാരം. സൗഖ്യത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രോഗാതുരമായ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് സൗഖ്യം. ഞാനിപ്പോൾ നിൽക്കുന്നതും മധ്യ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആശുപത്രിയിലെ വളരെ പ്രഗത്ഭരായ രണ്ട് ഡോക്ടർമാരുടെ കൂടെയാണ്. അതെ, തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ട്രീറ്റിംഗ് പീപ്പിൾ ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന ആപ്തവാക്യം ഇവർ ചാരിറ്റിയിലും ഇവരുടെ സേവനങ്ങളിലും ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഇവരിൽ കാണുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാര്യം. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനി, നമ്മൾ സ്നേഹത്തോടെ പറയുന്നതാണ് പാട്ടിലും വരികളിലും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഹൃദയം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതും രണ്ട് ഹൃദ്രോഗ വിദഗ്ധരെയാണ്. സൗഖ്യത്തിൽ നമുക്ക് ആദ്യമായി സ്വാഗതം ചെയ്യാം ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിലെ കാർഡിയക് സർജറി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ ജോൺ വലിയത്ത്. വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം തന്നെ വളരെ പ്രശസ്തനായ ഡോക്ടറാണ് ഡോക്ടർ ആർ സുരേഷ് കുമാർ. അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് ആൻഡ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കാർഡിയോളജിയുടെ HOD ആണ്. ഡോക്ടർ സുരേഷ് കുമാറിനെയും സ്നേഹത്തോടെ സൗഖ്യത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഹൃദയം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഈ ഹൃദയത്തിന് സംഭവിക്കുന്ന എന്ത് കേടുപാടുകളെയും സർജറി ചെയ്തിട്ടോ അല്ലാതെയോ പരിപാലിക്കുന്ന രണ്ട് വിദഗ്ധരാണ് ഇന്ന് ഞങ്ങളുടെ അതിഥികൾ. ഡോക്ടർ ജോൺ വലിയത് അങ്ങ് വിദേശ രാജ്യങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളും കാര്യങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ തിരുവല്ല പോലത്തെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ മധ്യ കേരളത്തിൽ പല ആശുപത്രികളുമുണ്ട്. എന്നാൽ ഒരു ടേർഷറി ലെവൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ തന്നെ കാർഡിയാക് സർജറിയുടെ വിഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങയുടെ സങ്കല്പം എന്തായിരുന്നു? ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. വിദേശത്ത് പോയി കാർഡിയക് സർജറിയിലും പീഡിയാട്രിക് കാർഡിയക് സർജറിയിലും സ്പെഷ്യലൈസ് ചെയ്ത് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്തെങ്കിലും നാട്ടിൽ തിരിച്ചു വന്ന് സ്വന്തം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം തന്നെയല്ല, അത് കുഞ്ഞുങ്ങൾക്കുള്ള ഹാർട്ട് സർജറി ഫ്രീ ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു സ്വപ്നം എനിക്കുണ്ടായിരുന്നു. അത് സഫലമായത് വലിയൊരു ചാരിതാർത്ഥ്യം തരുന്ന കാര്യമാണ്. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് എന്നെ ഇവിടുത്തെ ഡയറക്ടർ ഡോക്ടർ ജോർജ് ആൻഡി വിളിക്കാനും ഞാൻ പുറത്ത് ഉള്ള ജോലി റിസൈൻ ചെയ്തിട്ട് എൻ്റെ ജന്മദേശമായ തിരുവല്ലയിലേക്ക് തന്നെ വന്ന് നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഈ സർവീസ് ചെയ്യാൻ സാധിച്ചതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇവിടെ വന്നപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ സ്വപ്നം പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഞങ്ങൾ കേരള ഗവൺമെൻറ് ഹൃദയം പ്രോഗ്രാമിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ അതിനുവേണ്ടി എംപാനൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് ഒന്നും ചാർജ് ചെയ്യാതെ, കുഞ്ഞുങ്ങൾക്ക് പണമില്ലല്ലോ, അവരോട് ചാർജ് ചെയ്യാതെ തന്നെ ഇത് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. ഹൃദയം പ്രോഗ്രാമിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. കൂടാതെ ഈ പ്രോഗ്രാമിൽ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്തിട്ട് അതിൽ കൂടുതലായി വരുന്ന അധിക പണച്ചെലവ് വഹിക്കുന്ന ഈ ഹോസ്പിറ്റലിനോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും എനിക്ക് അതിയായ നന്ദിയുണ്ട്. ഓക്കെ, ഡോക്ടർ സുരേഷ് കുമാർ, അങ്ങും ഇതുപോലെ വിദേശത്ത് ജോലി ചെയ്തു. അപ്പം നമ്മൾ വിദേശങ്ങളിലെ നമ്മൾ കേൾവിയുള്ളത് ഇന്ത്യക്ക് പുറത്താണ് ഏറ്റവും നല്ല ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ഉള്ളതെന്നാണ്. എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലും ഇതെല്ലാം പോസിബിളാണ്. അങ്ങ് ബിലീവേഴ്സ് ചർച്ച് പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയ ചികിത്സയുടെ മേധാവിയാവുന്ന സമയത്ത്
എങ്ങനെയാണ് വ്യത്യാസം കാണുന്നത്? അത് നമുക്ക് ഇവിടെയും അത്തരത്തിലുള്ള എല്ലാ സ്പെഷ്യാലിറ്റികളും നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കാർഡിയോളജി വിഭാഗത്തിലുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായിട്ടും അതെ. എനിക്ക് ഈ മേഖലയിൽ 40 വർഷത്തെ പരിചയമുണ്ട്. ഡോക്ടർ ജോൺ പറയാൻ തുടങ്ങിയതുപോലെ എൻ്റെ കരിയറിൻ്റെ തുടക്കം എനിക്ക് ശരിക്കും കേരളത്തിൽ തന്നെയാണ് തുടങ്ങിയത്. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ 10 വർഷത്തിലധികം വർക്ക് ചെയ്തതാണ്. അന്ന് ഞങ്ങൾ അവിടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി ക്ലിനിക്ക് നടത്താറുണ്ടായിരുന്നു. അന്ന് ഒരു കുഞ്ഞിനെ കണ്ട് നമ്മൾ ഡയഗ്നോസൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തും. പക്ഷേ അതിനപ്പുറം ഒരു കാര്യം ചെയ്യാനായിട്ട് കേരളത്തിൽ അതിനുള്ള സൗകര്യമില്ലായിരുന്നു. അന്ന് 1980കളിൽ ശ്രീചിത്ര പ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. ഈ മൊത്തത്തിലുള്ള ഒരു വലിയ കടലിൻ്റെ ഒരു തുള്ളി മാത്രമേ ചികിത്സിക്കാനുള്ള സൗകര്യം അന്ന് ശ്രീചിത്രയിലുണ്ടായിരുന്നുള്ളൂ. വേറെ ഒരിടത്തും സൗകര്യമില്ല. അതുമാത്രമല്ല, ഈ പീഡിയാട്രിക് കാർഡിയോളജിയിലും കാർഡിയക് സർജറിയിലും ഇന്നുള്ള സങ്കേതങ്ങൾ പലതും അന്നുണ്ടായിരുന്നില്ല. എന്നാൽ വിദേശത്തുണ്ട്. അല്ല, അത് ഇവോൾവ് ചെയ്ത് വരികയായിരുന്നു പറയാം. 1980കളിൽ വിദേശത്ത് കേരളത്തിനെക്കാട്ടിലും ഒരുപാട് മുമ്പിലാണ് നിന്നിരുന്നത്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ടെക്നോളജി വന്നാൽ അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് എൻഡ് യൂസറിലേക്ക് എത്തുന്നതിനുള്ള ദൂരം വളരെ കുറവാണ്. അതായത് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു അത് തിരുവല്ലയിൽ ചെയ്യാതിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ടെക്നോളജി നമുക്ക് അവൈലബിളാണ്, മാൻ പവർ നമുക്ക് അവൈലബിളാണ്. അതുകൊണ്ട് ഇന്ന് പീഡിയാട്രിക് കാർഡിയക് സർജറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ ഉള്ള ചില ഏറ്റവും നല്ല പീഡിയാട്രിക് കാർഡിയക് സർജന്മാർ ഇന്ത്യയിലാണുള്ളതെന്ന് ഞാൻ പറയും. അവർ വളരെ കൂടുതൽ വോളിയം ചെയ്യുന്നവരാണ്, കൂടുതൽ നമ്പർ ഒരു ചെറിയ സമയത്ത് ചെയ്യുന്നവരാണ്, കൂടുതൽ വെല്ലുവിളികൾ നേരിട്ട് ഈ ഓപ്പറേഷനും ഇൻ്റർവെൻഷൻസും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് തിരുവല്ലയിൽ ഞങ്ങളൊരു യൂണിറ്റ് തുടങ്ങുമ്പോൾ ലോകത്തിൽ വേറെ എവിടെയും കിട്ടുന്ന അതേ ക്വാളിറ്റി സേവനം ഒരു പക്ഷേ കൂടുതൽ സ്നേഹത്തോടുകൂടി നമ്മുടെ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കും എന്നായിരുന്നു ഞങ്ങളുടെ ഒരു വിഷൻ. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞാനും ഡോക്ടർ ജോണും വിശ്വസിക്കുന്നത്. ഡോക്ടർ സുരേഷ് കുമാർ ആ വിഷനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ബിലീവേഴ്സിലെ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവോൾവ് ചെയ്തതിന് ശേഷം ആ മിഷൻ എങ്ങനെയാണ്? ഡോക്ടർ സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരുന്ന സ്പെഷ്യാലിറ്റിയാണ്. ഞാൻ 1970കളിൽ ഇംഗ്ലണ്ടിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഇല്ലാതിരുന്ന ഓപ്പറേഷൻസാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഓപ്പറേഷൻസാണ് ഇന്ന് ചെയ്യുന്നത്. അത് ഡോക്ടർ സുരേഷ് പറഞ്ഞു, ലോകത്തിൻ്റെ ഏത് ഭാഗത്തെങ്കിലും ഒരു പുതിയ ടെക്നോളജി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ അധികം താമസിയാതെ തന്നെ ചെയ്യാനുള്ള ടെക്നിക്കൽ നോഹവും ടെക്നോളജിയും മെഷീൻസും ഉണ്ട്. ഏത് സർജറി ചെയ്താലും അതിനുവേണ്ടി സപ്പോർട്ടായിട്ട് എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേറ്റർ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെ ഏത് തരത്തിലുള്ള വെൻറ്റിലേഷൻസ്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്, ഇൻറ്റൻസീവ് അനസ്തീസിയ എല്ലാം നമുക്കിന്ന് ഇന്ത്യയിൽ അവൈലബിളാണ്. ഡോക്ടർ സുരേഷ് പറഞ്ഞ പോലെ ഇന്ത്യയിലെ പീഡിയാട്രിക് കാർഡിയക് സർജൻസ് ലോകത്തിൽ ആരുടെയും താഴെയല്ല. ചിലപ്പോൾ ഒരുപടി മുമ്പിലായിരിക്കും എന്ന് ഡോക്ടർ സുരേഷ് പറഞ്ഞതിന് എനിക്ക് യോജിപ്പുണ്ട്. ഡോക്ടർ സുരേഷ് കുമാർ, നമ്മൾ കുറച്ച് കാലം മുമ്പ് എടുക്കുകയാണെങ്കിൽ ഒരു ഹാർട്ട് ലങ് മെഷീൻ, അത് എഗ്മോ ഒക്കെ ആദ്യമായിട്ട് കേരളത്തിൽ വരുമ്പോൾ അതൊരു വലിയൊരു വാർത്തയായിരുന്നു. എന്നാൽ ഇന്ന് വരുന്ന ഒട്ടുമിക്ക ഹോസ്പിറ്റൽസും ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ്സുമായിട്ട് കൈകോർത്തുകൊണ്ടാണ് പുതിയ ഹോസ്പിറ്റൽസ് വരുന്നത്. കേരളത്തിൽ തന്നെ ഒരുപാട് ബിഗ് ബ്രാൻഡ്സ് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ബിലീവേഴ്സിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെ അഡ്വാൻസ്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഈ പറയുന്ന എല്ലാം തന്നെ ഉണ്ട് എന്ന് പറയാം. അതിൽ ഇന്ന് നമ്മൾ ഈ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പകുതി വഴിക്ക് നിർത്താനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ എക്മോയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ 3-4 ദിവസം മുമ്പ് എക്മോയിൽ ചികിത്സ വേണ്ടി വന്ന ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് പോയതേ ഉള്ളൂ. അത് വളരെ സങ്കീർണമായൊരു ഓപ്പറേഷൻ ഡോക്ടർ ജോൺ ചെയ്തതാണ്. അത് കഴിഞ്ഞ് കുഞ്ഞ് ഏതാണ്ട് നല്ലതായിട്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ലങ്സിലേക്ക് വളരെ മാസീവായിട്ട് രക്തസ്രാവമുണ്ടായി. അത് പെട്ടെന്ന് നിർത്താനായിട്ട് നമുക്കൊരു മാർഗവുമില്ല, അഥവാ നമ്മൾക്ക് ചെയ്യാവുന്ന മാർഗങ്ങളൊന്നും തന്നെ ഫലിച്ചില്ല. അപ്പം നമ്മൾ ആ നിമിഷത്തിലെടുത്ത തീരുമാനം കുഞ്ഞിനെ എക്മോയിലിടുക എന്നുള്ളതാണ്. കുഞ്ഞ് 48 മണിക്കൂർ എക്മോയിലിടുന്നു. അത് എക്മോയിൽ കിടക്കുമ്പോൾ തന്നെ അതിനൊരു കാർഡിയക് കത്തീറ്ററൈസേഷൻ ഞാൻ ചെയ്തു. അത് ഈ ബ്ലീഡിങ്ങിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ എക്മോയിൽ നിന്ന് മാറ്റാനും ഇതിൻ്റെ ബ്ലീഡിങ് നിർത്തി ഈ കുഞ്ഞ് മൊത്തം 19 ദിവസം ആശുപത്രിയിൽ കിടന്നു. വളരെ നീണ്ടതായി ഞങ്ങൾക്ക് തോന്നിയെങ്കിലും അത് കഴിഞ്ഞ് മൊത്തം 19 ദിവസമേ വന്നുള്ളൂ. അതിനുള്ള കുഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞു. അപ്പോൾ ഈ
സങ്കീർണമായൊരു ശസ്ത്രക്രിയ ചെയ്തതിന് ശേഷം ഈ കുഞ്ഞിനൊരു മേജർ കോംപ്ലിക്കേഷൻ ഉണ്ടായി എന്ന് വച്ച് നമുക്ക് വഴിക്ക് വെച്ച് നിർത്താനായിട്ട് സാധിക്കില്ല. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് കാർഡിയക് സർജറിയോ അല്ലെങ്കിൽ മറ്റ് കാർഡിയക് ഇൻ്റർവെൻഷൻസോ ഒക്കെ ചെയ്യുമ്പോൾ മുഴുവൻ ദൂരവും ടെക്നോളജിയുടെയും മാൻ പവറിൻ്റെയും ഹ്യൂമൻ സ്കില്ലിൻ്റെയും അർത്ഥത്തിൽ മുഴുവൻ ദൂരവും പോകാൻ തയ്യാറായി കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. അത് തന്നെയാണ് ബിലീവേഴ്സിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുള്ള ഈ ചെറിയ തീരെ ഒരു ദിവസം പ്രായമായ കുഞ്ഞുകൊണ്ടുള്ളവരുടെ ഓപ്പറേഷനുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിൻ്റെ കാര്യത്തിൽ വളരെ നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നതിന്, നമ്മളിപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്ന കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിലാണ്. ഈ ഗർഭാവസ്ഥയിലെ ഫീറ്റൽ എക്കോ എന്ന് പറയുന്ന ടെക്നോളജി, ഞങ്ങൾക്ക് നല്ലൊരു ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവരോട് ചേർന്നാണ് ഞാൻ ആ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇനി അടുത്ത ആഴ്ചയിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കുട്ടിയെ ഫീറ്റൽ സ്റ്റേജിൽ ഞാൻ കണ്ടതാണ്. അത് കഴിഞ്ഞ് അതിനെ ഇവിടെ ഡെലിവറി ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു 6-7 മാസം വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു. ജനിച്ച ഉടനെ സർജറി വേണ്ടിയിരുന്നില്ല. അടുത്ത ആഴ്ചയിൽ അതിൻ്റെ സർജറി നടക്കാൻ പോവുകയാണ്. ഇത് ലോകത്തിൽ എവിടെ നടക്കുന്ന പോലെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നുവെച്ചാൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഡയഗ്നോസ് ഉണ്ട്. പേരൻസിന് അറിയാം എക്സാക്ട്ലി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പേരൻസിന് അറിയാം. ഞങ്ങളുടെ കെയറിലാണ് കുഞ്ഞെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ പോയിരുന്നതല്ല. എന്നാൽ അമ്മയുടെ കൂട്ടത്തിൽ വീട്ടിലായിരുന്നു. ഇപ്പോൾ നമ്മൾ പ്ലാൻഡ് സർജറി ചെയ്യാൻ പോവുകയാണ്. ഇത് ലോകത്തിൽ എവിടെ ഒരു പീഡിയാട്രിക് കാർഡിയോളജി കാർഡിയക് സർജറി ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെ ചെയ്യുമോ അതുപോലെ നമ്മുടെ തിരുവല്ലയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നത് സാർ പറഞ്ഞ പോലെ ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞിട്ട് 3 പോയിന്റുകൾ ഞാൻ എടുത്താൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻറ്റ്, ടെക്നിക്കൽ നോഹൗ, ഹ്യൂമൻ സ്കിൽ, ഈ 3 കാര്യത്തിൽ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്? അത് ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിലും അതിൻ്റെ അങ്ങേയറ്റം വരെ പോകാനും ലോകത്തിൽ എവിടെ കിട്ടുന്ന ചികിത്സയുടെ ആ ലെവലിൽ തന്നെ നമുക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രോമിസ് പേഷ്യൻസിൻ്റെ പേരൻസിന് കൊടുക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളൊരു മേജർ സർജറി ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗിവ് എ സർട്ടൻ ഡിഗ്രി ഓഫ് പ്രോമിസ്. അതായത് ഇത്ര ലെവലിൽ ഈ കുഞ്ഞിന് റിക്കവറിക്കുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ലോകത്തിൽ എല്ലായിടത്തുമുള്ള റിസ്ക് നോക്കിയിട്ടും നമ്മുടെ കയ്യിലുള്ള റിസ്ക് നോക്കിയിട്ടുമാണ് നമ്മളത് പേഷ്യൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്കിലും അതിൻ്റെ അവസാനം നമ്മൾ അവരോട് പറയും, ഇത്ര റിസ്ക് ഉണ്ടെങ്കിലും ഈ കുഞ്ഞ് മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഈ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ എന്ത് കെയർ വേണമെങ്കിലും, എന്ത് മെഷീനറി വേണമെങ്കിലും, എന്ത് ചിലവായാലും പണത്തിൻ്റെ ചിലവ് നോക്കാതെ തന്നെ നമുക്ക് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെയധികം തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്ക് സ്പേസ് പലതും ഇപ്പം നമ്മുടെ മെഡിക്കൽ ഫീൽഡ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ബിലീവേഴ്സിനെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ അഡ്വാൻസ്മെൻറ്റ്സ് നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയത് എത്രത്തോളം ഉണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ വിശദമായിട്ട് തന്നെ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറയാം. ഞങ്ങളുടെ പീഡിയാട്രിക് കാർഡിയോളജി മാത്രമല്ല, അഡൽട്ട് കാർഡിയോളജി, അഡൽട്ട് കാർഡിയക് സർജറി ആണെങ്കിലും വളരെ ഗൗരവമായിട്ട് നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടേത്. ഇപ്പോൾ അഡൽട്ട് കാർഡിയക് സർജറി ആണെങ്കിൽ ഇപ്പോൾ കൊറോണറി ബൈപ്പാസ് സർജറി ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കാതെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ അവിടെ നടക്കുന്ന സർജറികൾ ഏതാണ്ട് 99% ഓഫ് പമ്പാണ്, അതായത് പമ്പ് ഉപയോഗിക്കാതെയാണ്. അതുപോലെ വാൽവ് സർജറികളുണ്ട്. ആ വാൽവ് സർജറികളും കഴിയുന്നത്ര ചുരുക്കം ഹോസ്പിറ്റൽ സ്റ്റേ വച്ചുകൊണ്ട്, സാധിക്കുന്നിടത്തെല്ലാം കോസ്മെറ്റിക് ഇൻസിഷൻസ് കൊടുത്തുകൊണ്ട്, അതും പേഷ്യൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള രീതികളിലെല്ലാം അഡൽട്ട് കാർഡിയക് സർജറിയിൽ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പലയിടത്തും എൻ്റെ ഫീൽഡ് ഇൻ്റർവെൻഷണൽ പീഡിയാട്രിക് കാർഡിയോളജിയാണ്. നമ്മൾ കത്തീറ്റർ വഴി ചികിത്സ കൊടുക്കുന്നതും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഉള്ളിലെ ഹോൾസ് ക്ലോസ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഹാർട്ടിന് ഉള്ളിലുള്ള വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ട്രീറ്റ് ചെയ്യുന്നതിന് എല്ലാം ഈ കത്തീറ്റർ ചികിത്സ ഒരു ടെക്നിക്കായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ലോകത്തിലെല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ്. ഈ കുഞ്ഞുങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കാർഡിയക് സർജറി തന്നെയാണ് ഏറ്റവും വലിയ റോൾ നിർവഹിക്കുന്നത്.
പക്ഷേ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ പീഡിയാട്രിക് കാർഡിയോളജിക്കും നിർവഹിക്കാനുണ്ട്. ഇപ്പോൾ നേരത്തെ എക്മോയിൽ പോയ കുട്ടിയുടെ തന്നെ എക്മോയിൽ കിടക്കുമ്പോഴും അതിനൊരു കത്തീറ്ററൈസേഷൻ ആവശ്യമുണ്ട്. നമുക്ക് ഈ ബ്ലീഡിങ് കണ്ടുപിടിക്കാമോ, അതിനെ ബ്ലോക്ക് ചെയ്യാമോ എന്ന് നോക്കുന്നതിന്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കത്തീറ്റർ വെച്ച് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ തരത്തിലുള്ള മേഖലകളിലെല്ലാം തന്നെ നമ്മൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്ത് വേറെ എന്ത് സാധ്യമാണോ അത് ഇവിടെയും നമുക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഇപ്പം നമ്മൾ അതിലത്തെ ഹ്യൂമൻ സ്കിൽ എടുത്ത് നോക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എത്രത്തോളം സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടർമാരാൽ നിറഞ്ഞതാണ്? ഡോക്ടർമാർ തന്നെയല്ല, നേഴ്സിംഗ് സ്റ്റാഫും ടെക്നിക്കൽ സ്റ്റാഫും ഹാർട്ട് ലങ് മെഷീനും എക്മോയും റൺ ചെയ്യുന്ന ടെക്നിക്കൽ സ്റ്റാഫും അനസ്തീഷ്യ കൊടുക്കുന്ന ഡോക്ടർമാരും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻറ്റൻസീവ് കെയർ കൊടുക്കുന്ന ഡോക്ടർമാരും വെൽ എക്യുപ്ഡ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്. വെൽ എക്യുപ്ഡ് ആണ്. ഡോക്ടർ, ഏതൊരു സർജറിയുടെയും ഒരു കാതൽ എന്ന് പറയുന്നത് അനസ്തീഷ്യയാണ്. പ്രത്യേകിച്ച് കാർഡിയാക് സർജറിയിൽ അനസ്തീഷ്യ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മുടെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അനസ്തീഷ്യ വിഭാഗം എത്രത്തോളം സ്ട്രോങ് ആണ്? നമുക്ക് വളരെ ക്വാളിഫൈഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 കാർഡിയക് അനസ്തറ്റിസ്റ്റ് ഉണ്ട്. കാർഡിയക് അനസ്തീഷ്യ മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ അവരുടെ എക്സ്പെർട്ടീസ് കൊണ്ട് അവരെ ഹോസ്പിറ്റലിൻ്റെ മറ്റ് ഏരിയാസിലും കോംപ്ലിക്കേറ്റഡ് കേസസിന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് അവർക്ക് സമയമുള്ളപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ ഓവറോൾ കെയർ ഈ കാർഡിയക് സർജറിയും കാർഡിയോളജിയും കാർഡിയക് അനസ്തീഷ്യയും ഉള്ളതുകൊണ്ട് മറ്റുള്ള സ്പെഷ്യാലിറ്റീസിൻ്റെയും ഓവറോൾ കെയർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ജനറലായിട്ട്. ദാറ്റ് ഈസ് യൂഷ്വലി ദി സ്റ്റോറി. ഏത് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയക് സർജറി ഉണ്ടോ ആ ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കെയറും ഇമ്പ്രൂവ് ചെയ്യും. ഡോക്ടർ സുരേഷ് കുമാർ, എനിക്കൊരു ചോദ്യം. ഇപ്പം കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് പീഡിയാട്രിക് കാർഡിയോളജി എന്ന് പറയും. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കേരളത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ കുഞ്ഞുങ്ങളുടെ കാർഡിയാക് പ്രശ്നം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ അടുത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വൈ ഷുഡ് ദേ ചൂസ് യു? എന്തുകൊണ്ട് അവർ ബിലീവേഴ്സ് ചർച്ചിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരണം? ഈ ചോദ്യത്തിൽ നിന്നൊരല്പം മാറിക്കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞാൽ, ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു പൊതുസമ്മേളനത്തിൽ എൻ്റെ കുട്ടികൾക്ക് എന്തോ സമ്മാനം കൊടുക്കാനും മറ്റുമായിട്ട് പോയതാണ്. അപ്പോൾ അതിന് എന്നെ പരിചയപ്പെടുത്തിയ ആൾ, സാധാരണഗതിയിൽ അങ്ങനെ പരിചയപ്പെടുത്തുന്നവരെന്താ ചെയ്യുക? നമ്മുടെ അപദാനങ്ങൾ ഒരുപാട് പറയും. ഇദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇദ്ദേഹം ചെയ്തത്, ഈ ഡോക്ടർ വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് സാധാരണ രോഗികളോട് പെരുമാറുന്ന ആശുപത്രിയിൽ നിന്നാണ് വരുന്നതെന്നാണ്. ദാറ്റ്സ് എ കോംപ്ലിമെന്റ്. എനിക്ക് ഇതിലും വലിയൊരു കോംപ്ലിമെൻറ്റ് കിട്ടാനില്ല എന്ന് ഞാൻ ഞങ്ങളുടെ ഡയറക്ടറോടും കൂടി ഒന്ന് പറഞ്ഞു. പക്ഷേ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലിഷേഡ് ആയിട്ടുള്ള സംഗതിയാണ്, ഇദ്ദേഹം വളരെ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അവരങ്ങനെ ചെയ്തില്ല. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇത് പലതരത്തിലും പിന്നീട് പേഷ്യൻസിൻ്റെ ആൾക്കാർ തിരിച്ചു വന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞു എക്മോയിൽ കഴിഞ്ഞ് പോയ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് 19 വർഷം കൂടി ഉണ്ടായ കുഞ്ഞാണത്. ആ പ്രഷ്യസ് ബേബിയാണ്. അത് തീർച്ചയായും പ്രഷ്യസ് ആയിട്ടുള്ള ബേബിയാണ്. അപ്പോൾ ആ അമ്മ ഓരോ ദിവസവും എൻ്റെ മുമ്പിൽ വന്ന് കരയാറുണ്ട്. അത് കഴിഞ്ഞ് അവർ ചാപ്പലിൽ നിന്ന് എണീക്കത്തേയില്ല, അവരവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരോട് ഞങ്ങളുടെ ഡയറക്ടറുടെ സെക്രട്ടറി അവരുടെ കുഞ്ഞിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണെന്ന് പറഞ്ഞു, ആ കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അവരെല്ലാവരും വിശ്വസിക്കുന്നത് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കുറച്ചുകൂടി എളുപ്പം കേൾക്കുമെന്നുള്ളതാണ്. അത്രയ്ക്ക് ഇൻവോൾവായിട്ട് ഞങ്ങളുടെ എൻറ്റയർ മാൻ പവർ, ഇപ്പം ഹോസ്പിറ്റൽ ഡയറക്ടറുടെ സെക്രട്ടറിക്ക് മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷേ അവരുടെ ആ മനുഷ്യത്വപരമായ സമീപനം എന്ന് പറയുന്നത്, അവരും ഒരു അമ്മയാണ്. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരമ്മയുടെ സങ്കടമാണ് അവർ കാണുന്നത്. അപ്പോൾ അതിന് അവരവരുടെ കൊച്ചുമകളോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് ദൈവത്തിനോട്. 1. 2, ഇപ്പം ഞങ്ങളുടെ ഈ മാൻ പവർ എല്ലാം ഇത്രയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മൊത്തത്തിൽ ഞങ്ങളുടെ നമ്പർ വളരെ ചെറുതാണ്. ഈ ചെറിയ നമ്പർ വെച്ച് ഈ തരത്തിലുള്ള ഒരു സേവനം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നത് ഞങ്ങളുടെ യൂണിറ്റിലെ ഓരോ ഘടകവും ചെയ്യുന്ന എക്സ്ട്രാ വർക്ക് കൊണ്ടാണ്. ഞങ്ങളുടെ നഴ്സുമാരാകട്ടെ അനസ്തറ്റിസ്റ്റുമാരാകട്ടെ അവരുടെ ദിവസത്തിന് 24 മണിക്കൂർ പോരാ. അങ്ങനെ അവർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ബിലീവേഴ്സിൽ വരണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത്, ഇന്ന് കേരളത്തിൽ തന്നെ ഹൃദയം എംപാനലായിട്ട് 6-7 ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇന്ത്യയിൽ കുഞ്ഞുങ്ങളുടെ ഹാർട്ട് സർജറി ചെയ്യുന്ന വളരെയധികം ആശുപത്രികളുണ്ട്. അവിടെയെല്ലാം
നല്ല സ്കിൽഡായിട്ടുള്ള സർജൻസും നല്ല സ്കിൽഡായിട്ടുള്ള ടീംസും ഉണ്ട്. പക്ഷേ നമുക്ക് കൂടുതലായിട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഈ സ്ഥാപനമായിട്ട് ഉള്ള ഒരു സ്നേഹം, വളരെയധികം മനുഷ്യത്വമായ പെരുമാറ്റം. ഈ നേരത്തെ പറഞ്ഞ കുഞ്ഞിന് വേണ്ടി എൻ്റെ ഭാര്യയും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ എല്ലാ ദിവസവും എനിക്ക് സർജറി ഉള്ള ദിവസം എൻ്റെ ഫാമിലി, എൻ്റെ വൈഫ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇവിടെ ചാപ്പലിലും ഇവിടുത്തെ ചാപ്ലൈൻസും ഓഫീസിലുള്ള എല്ലാ ആളുകളും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ അവരുടെ ഫാമിലിയുടെ കംഫർട്ട്സ് എല്ലാവരും ചേർന്ന് നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രത്യേകമായ ഒരു കെയർ നമുക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. ഹൃദ്യമായ ഈ ഒരു അഭിമുഖത്തിന് ഡോക്ടർ ജോൺ വല്യത്തിനും ഡോക്ടർ ആർ സുരേഷ് കുമാറിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തട്ടെ. മനുഷ്യൻ കേൾക്കാൻ ഏറെ പ്രിയപ്പെടുന്ന ഒരു വാക്കാണ് സൗഖ്യം. അതുകൊണ്ട് തന്നെ രോഗാതുരമായ ഒരു സമൂഹം ഏറെ കാത്തിരിക്കുന്നു സൗഖ്യത്തിനായി. നിങ്ങളും കാത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. സൗഖ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ഇനി കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു.